ജോലിഭാരം കാരണം ഒരു മനുഷ്യൻ മരിക്കുക എന്ന് പറയുന്നതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ജോലിഭാരം ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കുക, മാക്സിമം ഊറ്റിപ്പിഴിയുന്ന ഒരു വർക്ക് കൾച്ചർ ഉണ്ടാവുക, മറ്റുള്ളവരെ ഒട്ടും കൺസിഡർ ചെയ്യാതെ ആരെ ഊറ്റിപ്പിഴിയാനും എത്ര ഹരാസ് ചെയ്യാനും പീഡിപ്പിക്കാനും ഒന്നും മടിയില്ലാത്ത, അതിനപ്പുറത്തോട്ടാണ് പിന്നെ പീഡനം വരുന്നത്. ഇത് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റേ ജോലി സ്ഥലത്തുള്ള സ്ത്രീകൾക്ക് പീഡനങ്ങൾ, അതിനെപ്പറ്റിയൊക്കെയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതുപോലത്തെ വർക്ക് പ്രഷർ, സ്ട്രെസ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളുമുണ്ട്. പല രീതിയിലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടുകയാണ്. പക്ഷേ പിന്നത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു കുട്ടിക്ക് ആ കമ്പനിയിൽ നിന്ന് വേണമെങ്കിൽ വിട്ടുപോകാം, ചെയ്യാതിരിക്കാം. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ ചെയ്യാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് മറ്റവരിങ്ങനെ ചെയ്യുന്നത്? ഇതിവിടെ മാത്രമല്ല, ചൈനയിലും വർക്ക് പ്ലേസിൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. പല രാജ്യത്തും, കൊറിയയിലൊരു റോബോട്ട് സ്ട്രെസ്, വർക്ക് പ്രഷർ കൂടി, അല്ലെങ്കിൽ ജോലി ഭാരം താങ്ങാനാവാതെ റോബോട്ട് പൊട്ടിത്തെറിച്ചെന്നൊക്കെ പറയും, എടുത്തി ആടിയെന്നോ ഏതാണ്ടൊക്കെ. ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത്, അവിടെ ഒരുപാട് ഇതിനു മുമ്പ് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുള്ള കമ്പനിയാണെന്നും പറയുന്നുണ്ട്. പല പ്രശ്നങ്ങൾ, പല പരാതികൾ ഈ ജോലി ഭാരം കാരണം ഒരുപാട് പേര് വിട്ടുപോയ കമ്പനിയാണ്. ഇതിവിടെ മാത്രമല്ല, പല കമ്പനിയിൽ ഇത് നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ലോകത്ത് എവിടെ ചെന്നാലും ഇത് പ്രതീക്ഷിക്കാം. മാക്സിമം ഊറ്റിപ്പിഴിയുന്നതാണല്ലോ നമ്മുടെ ലാഭം. നമുക്ക് കോടികൾ വേണം, ഭയങ്കരമായ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണം. അതിപ്പോൾ ആരെ കൊന്നിട്ടാണേലും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക. നമുക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പഠിക്കണം. ഇനി അതൊട്ടും പറ്റുന്നില്ല, എക്സ്റ്റേണലാണ് പ്രഷറെങ്കിൽ അവിടുന്ന് അത് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കണം. അവിടെയാണ് എനിക്ക് പ്രശ്നം. ഒരിക്കലും ആരും ആരുടെ അടിമയായിട്ടൊന്നും നിൽക്കുന്ന സാഹചര്യം അല്ല ഇത്. വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ദിവസം രാവിലെ വണ്ടി പിടിച്ച് വീട്ടിലോട്ടെത്തണം. എന്തുകൊണ്ട് വരുന്നില്ല? അവിടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ പേരൻറ്റിങ്, സോഷ്യൽ കൾച്ചറൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ചിന്തയും, നമുക്ക് ഇതുപോലെ ഒരുപാട് എത്തണം, പലയിടത്തും എത്തേണ്ട ആളുകളാണ് നമ്മൾ. സാധാരണഗതിയിൽ ജീവിക്കുന്നവരല്ല. എന്തോ ഒരു സ്പെഷ്യലാണ് എന്നുള്ള തോന്നലും, അതുപോലെ തന്നെ ഈ സൊസൈറ്റിയൽ പ്രഷർ, അത് ഫാമിലിയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ നോക്കി കാണുമ്പോൾ, പിന്നെ പൊതുവേ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയിൽ പഠിച്ചു വളരുന്നവർക്ക് സ്ട്രെസ് കുട്ടിക്കാലം മുതലേ ഉണ്ട്. പരീക്ഷകൾ പഠിച്ച് പാസ്സാവുന്ന പോലെ അല്ല ജോലി. ഇവിടെ പഠിച്ചതല്ല ജോലി. പഠിച്ചത് ഇന്ന വിഷയമാണെങ്കിൽ പോലും ജോലി ചെയ്യുമ്പോൾ ഇതല്ല നടക്കുന്നത്. തിയറിയും പ്രാക്ടിക്കലും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ലാത്തൊരു പഠന രീതി ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും പല കോഴ്സ് പഠിച്ചിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് പഠിച്ചവർക്കറിയാം, മെഡിസിൻ പഠിച്ചവർക്കറിയാം. ജോലിയിലോട്ട് ഇറങ്ങുമ്പോൾ പലതും അപ്പോഴാണ് പഠിക്കുന്നത്. എല്ലാം വേണ്ട ഏത് MBA പഠിച്ചവരോ, എല്ലാം വേണ്ട അഡ്മിനിസ്ട്രേഷനോ, അല്ലെങ്കിൽ സ്കിൽഡായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെന്ന് വിചാരിക്കുക. ഒരു മെക്കാനിക് ആണെങ്കിൽ പോലും, മെക്കാനിക്കിനാണെങ്കിൽ അങ്ങനെയല്ല, തെറ്റ്, അത് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞത്, അവർ ഒരു എഞ്ചിൻ അഴിച്ചു പണിത് പഠിക്കുന്ന സാധനം പ്രാക്ടിക്കലി പുറത്തിറങ്ങി ഒരു ജോലിയിൽ എത്തിക്കഴിയുമ്പോൾ, ആ ഒരു സ്ഥലത്ത് ജോലി സാഹചര്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് കൂടുതൽ പഠിക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഇഷ്ടംപോലെ എഞ്ചിൻ കിടപ്പുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിൽ പിന്നെയും ഒരുപാട് എക്സ്പീരിയൻസ് പിന്നെയും വേണം. പക്ഷേ മറ്റേത് അങ്ങനല്ല. പലതും ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, ഏത് മേഖലയാണേലും, കൂലിപ്പണിയാണെങ്കിൽ പോലും അത് സ്കൂളിൽ പഠിപ്പിച്ചാൽ പിന്നെ അത് ചെയ്യാൻ നേരത്ത് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടെന്നേ. ഈ രീതി ശരിയല്ല. പിന്നെ എല്ലാം ഒരു പ്രത്യേക ഫോക്കസിലാണ് ജീവിക്കുന്നത്. പിന്നെ ഇവിടുന്ന് ജോലി വിട്ടുപോയൊരു ജോലി കിട്ടാത്ത ആളുമല്ല, ആ കുട്ടിക്ക് വേറെ കമ്പനിയിലും ജോലി പ്ലേസ്മെന്റ് കിട്ടിയതാണ്. അപ്പോൾ അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. വർക്ക് സ്ട്രെസ്സും അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷവും മാത്രമല്ല ആ കുട്ടിയുടെ പ്രശ്നം. ആ കുട്ടിക്ക് അതിനപ്പുറത്തോടുള്ള പ്രശ്നം മുഴുവനും ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രത്യേകതരം രീതികളും, പിന്നെ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷ സാഹചര്യം എല്ലാം അതിനെ അങ്ങനെ ആക്കിയതാണ്. അതിനകത്തിപ്പോൾ ഈ അമ്മ ഒരു ലെറ്റർ എഴുതുന്നതിനകത്ത് സത്യത്തിന് അത് പോരാ. ഇവിടെയുള്ള പേരൻസ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതൊക്കെ. പേരൻറ്റിങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ മനുഷ്യൻ ആരുമായിക്കോട്ടെ, അവർക്ക് എന്ത് സാഹചര്യം ഉണ്ടായാലും അവരുടെ വീട്ടിൽ വരാം. മോശപ്പെട്ട വീടൊന്നും അല്ല അവരുടേത്. അത് അവർക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ഇതാണോ ജീവിതത്തിൻ്റെ അവസാനം? ഇങ്ങനത്തെ ഒരു രീതിയിൽ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള ഒരു കാര്യം. പിന്നെ അഥവാ അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായാൽ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വരുന്നത് വേറൊരു കാര്യം. എല്ലാം ഇതിനകത്താണ് പെടുന്നത്. പലതരം കമ്പനികളുണ്ടാവും. ഡി കമ്പനി ജോലി ചെയ്യാൻ പോയ ചന്തുവിനെ അറിയാമല്ലോ നിങ്ങൾക്ക്. ചന്തു പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഡി കമ്പനിയിൽ അഗർ കമ്പനി ചന്തു കബിന ചൽ സക്താ ഹൈ തോ ചന്തു കമ്പനി കബിന ബി ചൽ സക്താ ഹൈ. വിവേക് ഒബ്രോയുടെ ഡയലോഗാണ്. ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഓർത്ത്. അങ്ങനെ ഒരു ഡയലോഗുണ്ട്. മനസ്സിലായോ? ഇതുപോലത്തെ സിനിമകളൊക്കെ കാണണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ
ഇതിനകത്ത് ഏത് പറഞ്ഞാലും ശരിയാകത്തില്ലെന്ന് എനിക്കറിയാം, അവരുടെ വിഷമം മനസ്സിലാവും. പക്ഷെ ഇതിനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതിങ്ങനെ ഒന്ന് കേട്ടു, ആ കമ്പനി കൂട്ടിയാൽ വേറൊരു കമ്പനി ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ടാവും. കമ്പനികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, മനസ്സിലായോ? ഇതുപോലുള്ള കമ്പനികളിൽ ജോലി എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സ്കൂളിൽ പഠിക്കാനും പറ്റത്തില്ല, പഠിപ്പിക്കുന്നിടത്ത് ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. അതാണ് ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ്, ആങ്കർ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്. ഇതിനെപ്പറ്റിയൊക്കെ ആരും പഠിക്കുന്നുണ്ടോ? പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്ത് ചെയ്യണം? എവിടെയാണെങ്കിലും ഇതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ അവരുടെ ഒരു കപ്പാസിറ്റി. എന്തിനാണേലും അത് സാഡ്നെസ് ആണെങ്കിലും ചിലർക്ക് കുറവായിരിക്കും, പെയിൻ കുറവായിരിക്കും, ഡിപ്രഷൻ, ആങ്സൈറ്റി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു പലതും. അപ്പോൾ ഇതേ സ്ട്രെസ്സ് ചിലപ്പോൾ വേറൊരാളാണെങ്കിലും അത് ഈസി ആയിട്ട് എടുക്കുന്ന ആൾക്കാരില്ലേ. അതേ കമ്പനിയിൽ ഇതേപോലെ തന്നെ ജോലി ചെയ്യുന്ന വേറെ ആൾക്കാരും കാണും. അങ്ങനെയല്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ ഒരാൾക്കും ജോലി ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ദുർഘടമായ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മൈനിങ്ങിനും അല്ലാതെ വലിയ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറിയല്ലേ ആ ബുർജ് ഖലീഫയുടെ മണ്ടയ്ക്ക് തൂക്കി നിന്ന് പെയിൻ്റ് അടിച്ചവനെയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലാണ് റിസ്ക് എടുക്കുന്നവരുടെയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലത്തെ സ്ട്രെസ് മാനേജ്മെൻറ്റൊക്കെ പലർക്കും പല രീതിയിലാണ്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കി വെക്കണം എല്ലാവരും, അല്ലാതെ ഈ പരിപാടി പറ്റത്തില്ല. പിന്നെ ഈ കുട്ടിക്ക് തിരിച്ച് വീട്ടിലെത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയതിനകത്തും ചെറിയ കുഴപ്പമുണ്ട്. അതിനൊക്കെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. ഇവിടെയുള്ള പല അവർക്ക് കുടുംബത്തിനുണ്ട്, ഈ സൊസൈറ്റിക്കുണ്ട്, ഫ്രണ്ട്സിനുണ്ട്. സൊസൈറ്റിയൊക്കെ ഫ്രണ്ട്സാണല്ലോ അല്ലേ? എന്താണേലും അപ്പോൾ ഈ അപ്ബ്രിങ്ങിങ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വേറെ രീതിയിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഒന്നാമത് ജോലി ചെയ്യത്തില്ല. അവർ 4 ദിവസം കഴിയുമ്പോൾ തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോരും, എടുത്തവൻ്റെ മോന്തയ്ക്ക് എറിയും. മനസ്സിലായോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ര വലിയ രാജ്യമാണ്, 140 കോടി മനുഷ്യരുണ്ട്, അവർക്ക് വേറെ ആൾക്കാരെ കിട്ടും. ഇത്തിരി പണിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലിയാണ്. ഓക്കെ, വർക്ക് പ്രഷർ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത ഇവിടെ മറ്റേ MDMA കച്ചവടവും കഞ്ചാവ് കച്ചവടമായിട്ടൊക്കെ ജീവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ അവസരത്തിൽ ഞാൻ അവർ ഓർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്ന സാധനം വർദ്ധിച്ച് വരുമ്പോൾ പല കുട്ടികളും പലതരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ എത്തിപ്പെടുന്നു. അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാകുന്നു. അതും ഈ പറഞ്ഞ സൊസൈറ്റിയിൽ മൊത്തത്തിലുള്ള ആളുകളുടെ സമീപനമൊക്കെ നല്ലതായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. കൊലപാതകം, പിടിച്ചുപറി, ബലാത്സംഗം, മോഷണം, പല മേഖലകളിലാണ് ആൾക്കാർ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ചില സാഹചര്യങ്ങളുണ്ട്. ഇവിടേക്ക് എത്തിപ്പെട്ടു പോയവർ എന്തെല്ലാം പീഡനങ്ങളൊക്കെ സഹിച്ചിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന പണികളല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തിരി കാര്യങ്ങൾക്ക് ഒരു പരിധി കൂടുതൽ ആൾക്കാരെ പിടിച്ചിട്ട് കാര്യമില്ല എന്ന് പോലീസിന് പോലും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ലൈനായിട്ട് നിൽക്കുകയാണ് ആൾ. ഇവിടെ നിന്ന് ഇടിച്ച് അങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടിടും എല്ലാവരെയും കൂടെ. അതുകൊണ്ട് 100 പേര് കയറിയാൽ 200 പേര് അങ്ങോട്ട് ഇടിച്ച് കയറ്റി കൊടുക്കും. അതൊരു പ്രത്യേകതര ഓപ്പറേഷനാണ്. അതായത് 100 പേരെ പിടിക്കാമെന്ന് വിചാരിച്ചോ ഇതുപോലത്തെ എന്തെങ്കിലും കേസ് എടുക്കുന്നത്. അപ്പോൾ ഈ മാഫിയ റിക്രൂട്ട് ചെയ്തേക്കുന്നത് 5000 പേരെയാണ്. അവരങ്ങനെ ഇട്ട് കൊടുത്തോണ്ടേയിരിക്കും. ഇവരിങ്ങനെ ക്യൂ നിൽക്കുക, നീ കയറിയിട്ട് ഞാൻ വരാടാ, ഞങ്ങളൊരു 100 പേര് വരാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. അത് മാനേജ് ചെയ്യുന്നൊരു സ്റ്റൈൽ വേറെയാണ്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ പിള്ളേർക്കും അറിയാമെന്ന് തോന്നുന്നു. കാരണം അകത്ത് അധികം ദിവസം ഇടാൻ പറ്റുന്നില്ല, ഇവരെ റീഹാബ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അറിയാത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലും പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഇതിപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ ഡ്രഗ്സിനോ ആൽക്കഹോളിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിനോ ഒന്നും പ്രശ്നം പറയാനില്ല. ഇതിനകത്തുള്ളത് ജോലിയാണ് പ്രശ്നം എന്നുള്ളതാണ്. അതേസമയം ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മയക്കുമരുന്ന് അടിമയാണ്, മദ്യപിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ ഫാമിലിയിൽ അച്ഛനും അമ്മയുടെയും പ്രശ്നങ്ങളാണ്. ഇതിനകത്ത് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? തിരിച്ചാൽ വീട്ടിലെത്താൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതര സാഹചര്യമാണ്. അവർ ഡയറക്റ്റ്ലി കൊച്ചിനെ പീഡിപ്പിക്കുന്നുണ്ടാകത്തില്ല. പക്ഷേ അത് പഠിച്ചതും വളർന്നതും ജീവിച്ചതുമായ സാഹചര്യത്തിലേക്ക് ഒരു പരാജയപ്പെട്ട് തിരിച്ചു വരാനുള്ളൊരു ധൈര്യം ആ കൊച്ചിനില്ല എന്നുള്ളതാണ്. ധൈര്യം നല്ല പറയേണ്ട, അതിനകത്ത് ഒരു അപകർഷബോധമോ മറ്റെന്തൊക്കെയോ ഫാക്ടേഴ്സ് അതിനകത്ത് ഇൻവോൾവ് ആണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊക്കെയാണെങ്കിൽ അവിടെ നിന്ന് എപ്പോഴേ പിരിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ എല്ലാം എന്നെ പിരിച്ച് വിട്ടോളൂ അവർ. അപ്പോൾ എല്ലാവരും ഈ ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് കാണുമ്പോൾ ബാക്കിയുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അധികം കഷ്ടപ്പെടരുത്. ജീവിക്കാനാണ് നമ്മൾ ജോലി എടുക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ ജോലി എടുക്കാൻ വേണ്ടി ജീവിക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്വാളിഫൈഡ്, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിവുള്ളവരാണെങ്കിൽ ഒട്ടും നിൽക്കത്തില്ല ഇതൊന്നും. അവരടുത്ത വഴി നോക്കി പോകത്തേ ഉള്ളൂ. ഒരുപാട് കമ്പനികളുമുണ്ട്, ഇനി തന്നെ ചെയ്യാവുന്നൊരു കാലഘട്ടം ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ആരും അകപ്പെടാൻ പാടില്ല. അങ്ങനെ തിരിച്ചിറങ്ങി വന്നിട്ട് ഇത്ര നേരം വർക്ക് ചെയ്യിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് തെളിവുകൾ കൊടുത്ത് അത്യാവശ്യം കേസൊക്കെ ആക്കി ഒരു അലമ്പുകൾ ഉണ്ടാക്കാമെങ്കിൽ അടിപൊളിയായി. അതൊക്കെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മളല്ല താഴോട്ട് പോകേണ്ടത് ഒരിക്കലും. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ മോശക്കാരാണ്, നമ്മളും കുറച്ച് മോശക്കാരനായിക്കൊണ്ട് നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിനിപ്പോൾ ആരായാലും എന്താ, നമ്മൾ അടുത്തടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മളും ചെയ്യണം. അല്ലാതെ ഇത് പറ്റത്തില്ല, ഈ സൈസ് എടുക്കാൻ കൊള്ളത്തില്ല.
പിന്നെ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് പലരും. അവർക്കൊക്കെ ഏതേ പരാതിയുള്ളവരാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കുട്ടിയുടെ അമ്മയുടെ ലെറ്റർ ഞാൻ വായിച്ചു. അതിനകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ഈ ഒരു രീതിക്ക് മാത്രം കണ്ടാൽ ആ ഒറ്റ സൈഡിൽ ഇപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നൊരു കുട്ടിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. മറ്റു കുട്ടികളവിടെ ജോലി ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു പ്രത്യേകതരം രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ അറിവുള്ള ഒരാൾക്ക് ചിലപ്പോൾ ആ സ്ട്രെസ് താങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കഴിവുള്ള കുട്ടിയാണെന്നൊന്നും പഠിക്കാൻ മിടിക്കുകയായിരുന്നെന്നും അവർക്ക് ഒറ്റ മകളെ ഉണ്ടാകുന്നുള്ളൂ. അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഒറ്റമകനൊക്കെ വേറെ തരത്തിലുള്ളൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ തലയിലിരിക്കുന്ന മുഴുവനായിട്ട് നമ്മളിതിനെ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഈ കുട്ടി ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കണമെന്നുള്ളതും എല്ലാം അതൊരു മത്സരമായിട്ട് എടുക്കുന്നതും പിന്നീട് എപ്പോഴോ എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതെങ്ങനെയൊക്കെ ഉണ്ടായെന്ന് നമുക്ക് കൃത്യം അറിയത്തുമില്ല. ആ വർക്ക് എൻവയൺമെൻറ്റിൽ നിന്ന് പിന്നെ എന്തെങ്കിലും വേറെ അല്ലെങ്കിൽ പിന്നീട് പുറയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ ബുദ്ധിമുട്ടിക്കാൻ ഈ പറയുന്ന രണ്ടുപേരല്ലാതെ വേറെ ആരുടെയെങ്കിലും തരത്തിലുള്ള ഹരാസ്മെൻറ്റോ ബുദ്ധിമുട്ടോ കുട്ടിക്കൊണ്ടായെന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇവരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ കുട്ടിയെ മനഃപൂർവ്വം ഇത്രയും പീഡിപ്പിച്ച അല്ലെങ്കിൽ ഇത്രയും ജോലി ഭാരം അതിൻ്റെ തലയിൽ കെട്ടിവെച്ച ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന സകല എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ആളുകളെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ കുട്ടിയുടെ മാനേജർക്കൊക്കെ കേസെടുക്കേണ്ട വകുപ്പ് തന്നെ ഇത്. അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതാണ്. അതുമല്ല, ഇനി ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ പോകണം. എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഒന്ന് ഗവൺമെൻറ് ഒന്ന് പറയുകയായിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് വനിതാ കമ്മീഷൻ ഇല്ല, വനിതാ സെല്ലിൽ ഒന്നുമില്ല. നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വനിതാ കമ്മീഷൻ അതിൻ്റെ ഏറ്റവും മുന്നിൽ വന്നിരിക്കേണ്ട ആൾക്കാരാണ്. ഇന്നുവരെ അവരെ കണ്ടിട്ടില്ലെന്ന്. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടായാലും ഇവിടെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ കഴിഞ്ഞാൽ പട്ടികളും പൂച്ചകളും, അത് കഴിഞ്ഞാണ് സ്ത്രീകൾ വരുന്നത്. പക്ഷേ സ്ത്രീകളെന്ന് പറയുമ്പോൾ സ്ത്രീകൾ സംസാരിക്കും, പ്രതികരിക്കും. സ്ത്രീകളുടെ കാര്യം കേട്ട് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു വാർത്താ പ്രാധാന്യം, പിന്നെ ഇവിടെ മൊത്തത്തിലൊരു സംസാരം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് മീഡിയ ആണെങ്കിലും പോലീസാണെങ്കിലും കോടതിയാണെങ്കിലും എല്ലാവരും അകത്തിലൊക്കെ കിടന്ന് കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് കുട്ടികൾക്ക് ഇത് പറയാനുള്ള ഇതില്ല. കുട്ടികൾക്ക് എന്താ പറയുക, അത്രയും വോയിസ് ഇല്ല, അല്ലെങ്കിൽ കുട്ടികൾ അത്രയും ശ്രദ്ധിക്കുന്നില്ലെന്ന് വേണം പറയാൻ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അത് കഴിഞ്ഞിട്ട് പട്ടിയും പൂച്ചയൊക്കെ വരുന്നത്. കുഞ്ഞുങ്ങളെല്ലാം വഴി കൊണ്ട് കളഞ്ഞ് റോഡിൽ കിടന്ന് ചാകുകയാണ്. വണ്ടി കയറി അരയുന്ന കുഞ്ഞുങ്ങളുള്ള ജീവികൾ. ഇതൊന്നും കാട്ടിൽ ജീവിക്കുന്ന ജീവിയല്ല. കാട്ടിലൊക്കെ നിൽക്കുന്നതിനാണ് പോട്ടെ, അതുങ്ങൾ അവിടെ എങ്ങനെ ജീവിച്ചോളൂ. ഇതല്ലല്ലോ. മനുഷ്യൻ വളർത്താൻ ഏറ്റെടുത്തൊരു മൃഗം പോലെ തന്നെയാണ് പട്ടിയും പൂച്ചയൊക്കെ. പശു, ആട്, പോത്ത്, കഴുത, എരുമ, ഒട്ടകം ഒക്കെ ഇപ്പോൾ അങ്ങനെയാണ്. ഡൊമസ്റ്റിക് ആനിമൽസിനെ എല്ലാം ശ്രദ്ധിക്കണം. അതൊക്കെ അതിൻ്റെ ഒരു ശ്രദ്ധയില്ല. ഇവിടെ വന്ധീകരിച്ചെന്ന് പറഞ്ഞിട്ട് താഴെ പട്ടിയും പ്രസവിക്കുന്നുണ്ട്. ആർക്കറിയാം ഇവർ ബൈക്കുള്ള ഇഞ്ചക്ഷൻ കറക്റ്റായിട്ടാണോ കൊടുത്തേക്കുന്നതെന്ന്? എല്ലാത്തിലും അഴിമതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകൾ കിടന്ന് കൈയും കാലിട്ട് അടിക്കുമ്പോഴും വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പേര് പോലും ഏതെങ്കിലും ഒരു വാർത്ത കേട്ടോ നിങ്ങൾ? ഇത്രയും ദിവസമായിട്ട് എവിടെ വനിതാ കമ്മീഷൻ? ഇപ്പോൾ ഇവിടെ ഒരു വനിതയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലെത്തിയിരിക്കുന്നത്. ആ വനിതയ്ക്ക് വേണ്ടിയിട്ടും ഒരു ഇതുമില്ല. ആ കമ്മീഷൻ എവിടെ? വനിതാ കമ്മീഷനെ ആവശ്യമില്ലാത്തവരുടെ കയറി ഇടപെടാൻ ഭയങ്കര എടുക്കുക. വല്ല ഓൺലൈനിൽ എന്തെങ്കിലും പറയട്ടെ ആരെങ്കിലും, അപ്പോൾ കാണാൻ ഇടപെട്ടു, നേരിട്ട് ഇടപെട്ടു, മറ്റേതാക്കി മറിച്ചതാക്കി. ഇനി അവർക്ക് പ്രത്യേകം പരാതി കൊടുക്കണമെന്ന് എനിക്കറിയത്തില്ല. വനിതകളുടെ ഒരു കാര്യം ഇത്രയും അവഗണിക്കപ്പെടുന്ന അവസ്ഥയെന്ന് പറയുന്നത് ഈ വന്ന കാലത്ത് വളരെ മോശമാണ്. ഫെമിനിസ്റ്റുകളൊക്കെ എവിടെ? ഈ ഫെമിനിസ്റ്റ് എന്ന് വെച്ചാൽ വാക്കേ കേൾക്കാനില്ല. ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളൊക്കെ എവിടെ? ഇവരൊക്കെ എന്ത് ഇങ്ങനെ? എല്ലാവരും വരണം, ഇത്ര ഇടപെട്ടാൽ മതിയോ? കാണാനില്ലെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാം. എവിടെയെങ്കിലുമൊക്കെ ആ പേരൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്ക്. ഞാനീ പറഞ്ഞു വന്ന കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ്. ഈ വർക്കിലുണ്ടാകുന്ന ഈ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഈ എന്താ പറയുക ആങ്സൈറ്റി, ഡിപ്രഷൻ, ആങ്കർ, ഇത് നാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പെട്ടെന്ന് ആദ്യം കൗൺസിലിങ്, പിന്നെ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തിനും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഏത് സാധനത്തിനും, നമുക്ക് വേദന മാനസികമോ ശാരീരികമോ എന്തോ ആയിക്കോട്ടെ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിച്ചാൽ അത് കുറയുകയോ മാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ചെയ്യണം. പിന്നെ ഇങ്ങനെ സ്ട്രെസ് കൂടുന്നുണ്ടെന്ന് ഇപ്പോഴും നിങ്ങൾ ജോലിക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്ക്. അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണോ, ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെയാണോ, ഭയങ്കര സ്ട്രെസ്സാണോ, ഭയങ്കരമായ വർക്ക് പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നിടത്ത് കറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് ആദ്യം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി പിന്നെ എന്നിട്ട് നടക്കുന്നില്ല ഈ എൻവയൺമെൻറ്റിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നവരൊക്കെ മാറി നിൽക്കുക. അല്ലാത്തവർക്ക് എന്ത് വേണേൽ ചെയ്യാം. ഇവിടെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ ചുറ്റുപാടൊന്ന് നോക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളവരൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന്. അവർക്ക് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തവർ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് നിന്നൂടാന്നുള്ളത് ചിന്തിക്കാൻ വേണമെങ്കിൽ. വെറുതെ ഈ പറയുന്ന പോലെ വളരെ ക്ലീശയാണെങ്കിൽ പോലും ഞാൻ പറയാം, വെറുതെ RCCയുടെ വാതിൽക്ക് കൂടെ 5 റൗണ്ട് നടക്കുക, അതൊക്കെ കൂടെ അല്ല അതുവഴിയൊക്കെ ഒന്ന് കറങ്ങി നടക്കുക, ഇതുപോലത്തെ രോഗികളെ പറ്റിയൊക്കെ മനസ്സിലാക്കുക, അറിയുക, പഠിക്കുക. വളരെ മോശം പരിപാടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നും കാര്യമില്ലെന്നറിയാം. എങ്കിൽ പോലും വെറുതെ ചില ലോല മനസ്സുകൾക്ക് ചിലപ്പോൾ അതൊരു പ്രയോജനം ചെയ്യുന്നിരിക്കും. അങ്ങനെ ഞാനീ പറഞ്ഞ സാധനം മനസ്സിലാക്കുക. അത് ലോലർക്കുള്ളൊരു ഡയലോഗോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമോ മനസ്സിലാക്കാൻ തീരെ ശേഷിയില്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ ശരിയാണ്. ഞങ്ങൾ കുക്കിയെ കണ്ടോ? കുക്കി കലൂർ സ്റ്റേഡിയത്തിൽ കിടക്കുകയാണ്. അവിടെ ഇട്ടിട്ട് പോകുന്നതിൽ വണ്ടി കയറി ചത്തുപോയാണ്. കുക്കി ഇപ്പോൾ ഇവിടെ അടിച്ചു പൊളിച്ചിരിക്കുക. അല്ലേ കുക്കി? കം വാ 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 വാ
വാ വാ കുക്കി വീട്ടിൽ വാ. പോയോ? കൊണ്ട് വരുന്നില്ലേ? വരും. തിളങ്ങുമ്പോൾ വരും. നല്ല കുക്കിയെ വരുത്തും. ചാത്തന്മാർ കൊണ്ടുവരും. കുക്കി വാ. ഇട്ടത്ത് കാണത്തേ ഇല്ല. വെളിച്ചമുണ്ടേ പോലും കാണത്തില്ല. ഓടി ഓടി ഓടി. വാ വാ വാ. കയറി 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 കയറി. ഓടി 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 ഓടി. ഉണ്ടോ? നേരെ അങ്ങോട്ട് പോ. വെള്ളം കുടിക്കണം. വെള്ളം തരാം കേട്ടോ. എന്താ വേണ്ടേ? അയ്യോ, വെള്ളം വേണോ? വെള്ളമാണോ വേണ്ടത് നിനക്ക്? ആ തരാം.